കാഞ്ഞങ്ങാട് നഗരസഭ തീർത്ഥങ്കര 28-ാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ തീർത്ഥങ്കര 28-ാം വാർഡിലാണ് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന മഴക്കാല പൂർവ്വ ശുചിത്വ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ശുചിത്വ കർമ്മ പരിപാടി തീർത്ഥങ്കര 28-ാം വാർഡ് കൗൺസിലർ PV മണിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്ക് സംസ്ഥാന കേന്ദ്ര അംഗീകാരങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ നാടാകെ ശുചിത്വമാകും. നമ്മുടെ പുതിയ തലമുറ ഇതിനോട് പൂർണ്ണമായും ഒന്നും വലിച്ചെറിയരുത്, വേസ്റ്റുകളൊന്നും വേസ്റ്റ് തരൂ, കാശ് തരാമെന്നാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ മാലിന്യം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മാലിന്യമുക്തമായ ഒരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റണം. അതിന് നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം. കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ജനകീയ ഭരണമാണ് ഉദ്ദേശിക്കുന്നത്. വൃത്തിയുള്ള വാർഡിന് മികച്ച സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ മികച്ച സമ്മാനങ്ങളാണ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർത്ഥങ്കര വാർഡും ആ നിലയിലേക്ക് വളർന്നു വരാൻ, ആ സമ്മാനങ്ങളെല്ലാം കരസ്ഥമാക്കാൻ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുത്തി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഈ വാർഡിനെ കാഞ്ഞങ്ങാട് നഗരസഭക്കകത്തെ ഏറ്റവും ശുചിത്വമുള്ള വാർഡാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഇന്നത്തെ ശുചീകരണ പ്രവൃത്തി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പരിപാടി പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഇന്നത്തെ ഈ ശുചിത്വ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അഭിവാദനം. മരക്കാപ്പ് കടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം JHI P പ്രമോദ് മഴക്കാല സാംക്രമിക രോഗങ്ങളെക്കുറിച്ചും മുൻകരുതലുകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. മുൻ കൗൺസിലർ MM നാരായണൻ, പൊതുപ്രവർത്തകൻ വെങ്ങാട്ട് ശശി എന്നിവർ സംസാരിച്ചു. പൊതു ഇടങ്ങളിലായിരുന്നു ഇന്നത്തെ ശുചീകരണം. വാർഡ് ശുചിത്വ സമിതി, ക്ലബ്ബുകൾ, യുവജന സംഘടനകൾ, പുരുഷ സംഘം, കുടുംബശ്രീ, ഹരിതകർമ്മസേന, സന്നദ്ധ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ കൈകോർത്തു. ആശാവർക്കർ പ്രീതി സുധാകരൻ സ്വാഗതവും ഹരിതകർമ്മസേനാംഗം ലക്ഷ്മി നന്ദിയും പറഞ്ഞു. വരും ദിവസങ്ങളിൽ മത്സരാടിസ്ഥാനത്തിൽ വീടുകൾ ശുചീകരിക്കുന്നതിനും ആകർഷകമായ സമ്മാനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വാർഡിലെ വീടും പരിസരവും വൃത്തിയായി ശുചീകരിക്കുന്ന 3 വീടുകൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്ന് കൗൺസിലർ PV മണി അറിയിച്ചു. വീടുകളിലെ മലിനജലം ഒഴുക്കി പോകുന്ന സ്ഥലങ്ങൾ, കക്കൂസ് ടാങ്കുകളിൽ ഉള്ള വിള്ളൽ എയർ പൈപ്പ് വൃത്തിയാക്കൽ, വീടുകളിലെ റിംഗ് കമ്പോസ്റ്റ് ടാങ്കുകൾ കൃത്യമായി പരിപാലിക്കുന്നവർ, വീടിന്റെ പരിസരത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന പാഴ്വസ്തുക്കൾ ഒതുക്കി വൃത്തിയാക്കി വെക്കുന്നവർ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് വിജയികളെ തെരഞ്ഞെടുക്കുന്നത്. മെയ് 17-ാം തീയതി 6 മണിക്ക് മുമ്പായി വീടുകൾ ശുചീകരിച്ച് വീട്ടു നമ്പറും ഫോട്ടോയും അയച്ചു നൽകണം. വാർഡിലെ വ്യാപാര സ്ഥാപനങ്ങളും പരിസരവും 18-ാം തീയതി ശുചീകരിക്കുവാൻ സ്ഥാപന ഉടമകൾക്ക് നിർദ്ദേശം നൽകും. മെയ് 20 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ കാർഷിക കോളേജ്, നെഹ്റു കോളേജ്, കണിച്ചിറ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, തീർത്ഥങ്കര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അനന്തംപള്ള അംഗൻവാടി എന്നിവ PTA, വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹകരണത്തോടെ ശുചീകരണം നടത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.